Hi guys, I hope you're having a wonderful week. So this is such an impromptu video. I am a huge bhaji fan. Okay, ഒരു ഭയങ്കര ബജി ഫാൻ ആണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബജി. എല്ലാ ബജിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബജി എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് ബജി. ഞാൻ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബജിനേക്കാളും എനിക്കിഷ്ടം നോർത്ത് ഇന്ത്യൻ ആണ്. ഞാൻ വളർന്നൊക്കെ നോർത്ത് ഇന്ത്യയിലായതുകൊണ്ട് ഐ പ്രിഫർ ദാറ്റ് കൈൻഡ് ഓഫ് ബജി, ലൈക്ക് ദ ബേസിൻ വൺ. ഗ്രാൻഡ് ഫ്ലോറിൽ മുക്കിയിൽ നമ്മുടെ കടലമാവി മുക്കി പൊരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫോർമാറ്റ്. എനിക്ക് നമ്മുടെ നാടൻ പരിപ്പോട, ഉഴുന്നുവട, ഉള്ളിവട എല്ലാ വടകളും ഇഷ്ടമാണ്. ബേസിക്കലി എന്തെണ്ണ പൊരിച്ചെന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് വിഭവം എന്ന് പറയുന്നത് അത് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്നാക്കിങ്. എൻ്റെ ജീവിതത്തിലെ പരാജയവും ജയവും എല്ലാം സ്നാക്കിങ് തന്നെയാണ്. ഐ സ്നാക്ക് എ ലോട്ട്. Let's not get into that, but at the same time it's equally exciting for me. It's something that I get really excited about. I'm hoping that you might have watched my Takali Tokku video that I had just put out, and I told you that my mother-in-law had prepared specially for me and she had sent it in. So she sent in something else as well, and like she literally sent in something very, very special, and it's called the Bhaji Bonda powder. I didn't know that such a thing existed, and I was so excited. Like when I got this, അപ്പോൾ ഞാൻ ഇന്നൊരു സാറ്റർഡേ ആണ്, ഒരു ഫ്രീ ഡേ ആണ്. So me and my sister were free, so we thought okay, let's try something. ഞങ്ങളത് പറയായിരുന്നു, ഇതിനകത്ത് ബജിയുടെ മിക്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് മുക്കി പിരിക്കാൻ ഒന്നുമില്ല, ഒരു ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ. അപ്പം we thought we'll go outside, buy some vegetables, come back and make some good looking bhajis with ആച്ചിയുടെ പൊടിയാണ്. ആച്ചി മസാല വെച്ചിട്ട് നമുക്ക് ആച്ചി പൗഡർ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് എനിക്കും ഫസ്റ്റ് ആണ്. ദിസ് ഇസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഐ ഹവ് നെവർ ട്രൈഡ് ദിസ് ബിഫോർ. ഐ എം ഷുവർ ഇറ്റ് കുഡ് ബി യു ഹാവ് ട്രൈഡ് ഇറ്റ് ബിഫോർ. അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അറിയിക്കണം. അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ബജി എക്സ്പെരിമെന്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഡു ലെറ്റ് മീ നോ. ഞങ്ങൾ എന്തായാലും പോയി പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വരാം. ഇത് ചുമ്മാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിനകത്ത് ഉപ്പൊക്കെ ഉണ്ട്. So it's salted and it tastes very spicy as well. So I'm going to add the water that I've said. നല്ല കായത്തിൻ്റെ ടേസ്റ്റും ഉണ്ട് കേട്ടോ. അവർ പറഞ്ഞിരിക്കുന്നത് 200 ഗ്രാമാണ്. അപ്പോൾ ആ 200 ഗ്രാമിന് 200 ml വെള്ളം തന്നെ ഒഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ആ ഒരു കൺസിസ്റ്റൻസി, ആ കുഴമ്പ് പോലെ വരുമ്പോൾ നമുക്കറിയാലോ. ഞാൻ അങ്ങനെ കണക്കൊന്നും കൂട്ടുന്നില്ല, കാരണം ഞാൻ ഫുൾ കൂടെ എടുക്കുന്നില്ല. ഞാൻ ആ പരുവത്തിന് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഒരു കുഴമ്പ് ഫോമാറ്റിൽ വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഈ ഒരു കുഴമ്പ് ഫോമാറ്റ് മതി എന്ന് തോന്നുന്നു. എനിക്ക് ഇത് ഓക്കെ ആണ്. എനിക്ക് എന്താ പറയുന്നത്, ഒരു ബജി എക്സ്പീരിയൻസിൽ ഇത് കറക്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ആച്ചിക്കാർ ഇതിൻ്റെ പുറകിൽ എഴുതിയിരിക്കുന്നത് മേക്ക് സ്ലൈസസ് ഓഫ് ഇത് അണിയൻ, പൊട്ടേറ്റോ, ബനാന, ബ്രിഞ്ചോൾ, കുക്കുംബർ, ബോയിൽഡ് എഗ്, പപ്പഡ്, അങ്ങനെ എല്ലാ സാധനങ്ങളും പൊരിക്കാം. നമ്മൾ കുറച്ച് കളക്ഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഞാൻ അതൊരു അണിയൻ റിങ്സ് പോലെ ട്രൈ ചെയ്ത് നോക്കാൻ നോക്കാം. ഒരു ട്രഡീഷണൽ അല്ലാതെ ചുമ്മാ ഇങ്ങനെ വട്ടത്തിൽ തന്നെ മുക്കി പിടിക്കാം. പിന്നെ മഷ്റൂം ഉണ്ട്, ബ്രിഞ്ചോൾ ഉണ്ട്, പിന്നെ പൊട്ടേറ്റോ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും സാധനങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ 3 മുട്ടയും പുഴുങ്ങാനിട്ടിട്ടുണ്ട്. അപ്പം ഒരു വഴിക്ക് പോകുന്നതല്ലേ നോക്കിയിട്ടാണ് 3 മുട്ടയും കൂടെ ഇട്ടത്. കാരണം മുട്ട ബജി ഇങ്ങനെ നല്ലതായിരിക്കും എന്നൊരു ഫീലിംഗ്. അപ്പം എന്തായാലും ട്രൈ ചെയ്യാം. ഞാനിവിടെ ഓലിവ് ഓയിൽ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിപ്പം ഏകദേശം ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് അടുക്കാറായി, അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സാധാരണ ഞാൻ പാസ്ത അല്ലെങ്കിൽ സാലഡ്സ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. ഇത് ആക്ച്വലി ഫ്രൈനൊക്കെ ആണെങ്കിലും ഓലിവ് ഓയിൽ നല്ലതാണ്. എന്തായാലും ഓലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇല്ലെങ്കിലും എനിക്ക് ഒന്ന് സൺഫ്ലവർ ഓയിൽ, സാധാരണ ഞാൻ ഈ ഡീപ് ഫ്രൈങ്ങിനെല്ലാം ഐ മോസ്റ്റ്ലി യൂസ് സൺഫ്ലവർ ഓയിൽ. സോ ദ ഓയിൽ ചോയ്സ് ഇസ് അബ്സല്യൂട്ട്ലി യുവർ പ്രിഫറൻസ്. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. സോ ഐ ആം പുട്ടിങ് ഓണിയൻസ് ഫസ്റ്റ്. ഈ ഒരു ഗോൾഡൻ കൺസിസ്റ്റൻസി ആയപ്പോൾ ഞാൻ എടുക്കുകയാണ്. സാധാരണ ബജി ഉണ്ടാക്കുന്ന പോലെ തന്നെ. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നന്നായിട്ട് ഒരു സോഡ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇത്രേ പൊങ്ങി ഇങ്ങ് വന്നു. അപ്പം ഈവൻ ദ ബാറ്റർ ലുക്ക് സോ ഫ്ലഫി. സോ ഐ എം ഗെസ്സിങ് ദർ ഇസ് ലോട്ട് ഓഫ് സോഡ. നമ്മുടെ ആദ്യത്തെ എൻ്റെ സ്ഥിരം വിക്ടമായ എൻ്റെ അനിയത്തിക്ക് ഇത് ട്രൈ ചെയ്യാൻ കൊടുക്കാം. അങ്ങനെ ബേക്കിംഗ് പൗഡർ അങ്ങനത്തെ പ്രശ്നമൊന്നും തോന്നുന്നു. ഞാനൊന്ന് കഴിച്ചോക്കട്ടെ. ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇത്രയും ഭംഗിയിൽ എൻ്റെ അത് വരുമ്പോൾ കുറച്ച് മഞ്ഞയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഇതിങ്ങനെ ഭയങ്കര ഫ്ലഫി ആയിട്ട്
മഗ്ഗൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓ സൂപ്പർ, അങ്ങനെ ഇത് സക്സസ്ഫുൾ ആയിരുന്നു. രാത്രിയായി, എന്നാലും ഒരു ചായയൊക്കെ ഇട്ടു. ചായ ഇട്ടിട്ടത് ഞങ്ങൾ കുറച്ച് ഐറ്റംസ്, ആ വറുത്ത ഐറ്റംസ് കുറച്ചേറെ വറുത്തു. രണ്ടുപേരും തന്നെ ഇത് തിന്ന് തീർക്കും. പക്ഷെ എന്നാലും കുറച്ച് എക്സൈറ്റഡ് ആയിട്ട്, കുറച്ച് ക്യാരിഡ് അവേ ആയെന്ന് വേണമെങ്കിൽ പറയാം. സോ ദിസ് ഈസ് ദ ബ്രിഞ്ചോൾ, ദി എഗ് ആൻഡ് മഷ്റൂം. ആക്ച്വലി റിയലി എക്സൈറ്റഡ് അബൌട്ട് മഷ്റൂം. അപ്പം മഷ്റൂം ഒന്ന് കഴിച്ചോട്ടെ. ഇത് കോൾസോ കേട്ടോ. ഇത് പച്ചക്കറി വാങ്ങിക്കാൻ പോയപ്പം അവള് ഇതും കണ്ടപ്പോൾ ഇതും വാങ്ങിച്ചു. ഞങ്ങളുടെ മെയിൻ പരിപാടി ഇതൊക്കെ തന്നെയാണ്. അയ്യോ, മഷ്റൂം ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ചിക്കൻ ഫ്ലേവർ. പറയാനുള്ളതെന്നെ വിട്ടിട്ട് തമിഴ്നാട് സ്റ്റൈലാട്ടോ, അതെന്തായാലും സ്പെസിഫൈ ചെയ്യണം. എന്നാലും നല്ല നല്ല രുചിയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ്. പിന്നെ ആക്ച്വലി ഏറ്റവും കൂടുതൽ സർപ്രൈസ് എലമെന്റ് എന്ന് പറയുന്നത്, ഐ തിങ്ക് ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി അണിയൻ. It was so good. Like I can't tell you how good it was. Like sweet inside and like really crispy outside. So like a perfect onion ring. നല്ല ക്രിസ്പും അകത്ത് നല്ല സോഫ്റ്റ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഹൈലൈറ്റ് ഡെഫിനറ്റ്ലി അണിയനാണ്. അണിയൻ റിങ്സ്, ഈ റിങ്സ് വന്നത് നന്നായിട്ട് വന്നു. പിന്നെ ബ്രിഞ്ചോളൊക്കെ ചെയ്തിരുന്നു, അതും നന്നായിട്ട് വന്നു. മുട്ടയും നല്ലതായിരുന്നു, എല്ലാം നല്ലതായിരുന്നു. അപ്പം ഇത് ഡെഫിനറ്റ്ലി ബി അപ്രൂവ്ഡ് ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും അമ്മയോട് ഞാൻ പറയുന്നുള്ളത് ഒരു സർപ്രൈസ് ആയിരുന്നു, പക്ഷെ അത്ര തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. So this was so random, literally random. Definitely a random project for sure. So keep watching these random projects. Join in for more such random fun videos, more trials, experiences. അങ്ങനെ കുറേ ട്രൈ ചെയ്യുന്നുണ്ട്. And I'm genuinely trying a lot to put videos every day for the next 90 days. So join along, support me, and keep showering your love. Okay? So I'll see you in the next video. Bye.